ഹിസ്കിയാവിന്റെ ഭരണത്തിന്റെ പ്രാരംഭം അത്ര സന്തോഷകരമല്ലായിരുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, അവൻ തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിലൊക്കെയും നടന്നു, അശേര പ്രതിഷ്ഠകളെ തകർത്തു, അന്യദൈവങ്ങളെല്ലാം നീക്കിക്കളഞ്ഞു, മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും അവൻ ഉടച്ചു കളഞ്ഞു. ആ കാലത്ത് അതിന്റെ പേര് നെഹുഷ്ടാൻ എന്നായിരുന്നു. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ ഉടച്ചു കളഞ്ഞത് ഹിസ്കിയാവാണ്. മോശ മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുവരുമ്പോൾ ജനത്തിൻ്റെ ഇടയിൽ പിറുപിറുപ്പുണ്ടായി. ദൈവം ന്യായവിധിയായി അഗ്നിസർപ്പത്തെ അയച്ചു. അഗ്നിസർപ്പത്തിന്റെ കടിയേൽക്കുന്നവർ തൽക്ഷണം മരിച്ചുകൊണ്ടിരിക്കുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം മോശയോട് പറയുകയാണ്, നീ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കുക, അതിനെ മരുഭൂമിയിൽ ഉയർത്തുക. അഗ്നിസർപ്പത്തിന്റെ കടിയേൽക്കുന്നവർ താമ്ര സർപ്പത്തെ നോക്കിയാൽ രക്ഷ പ്രാപിക്കും. ആ കാലഘട്ടം കഴിഞ്ഞു. ആരൊക്കെയോ താമ്ര സർപ്പത്തെ സൂക്ഷിച്ചു വെച്ചു. മോശയ്ക്ക് ശേഷം യോശുവ വന്നു. അന്നും ഈ താമ്ര സർപ്പത്തെ ആരൊക്കെയോ സൂക്ഷിച്ചു വെച്ചു. യോശുവയ്ക്ക് ശേഷം ന്യായാധിപന്മാർ പലരും വന്നു. ദാൻ മുതൽ ബേർശേവ വരെ അറിയപ്പെടുന്ന ശമൂവേൽ പ്രവാചകൻ വന്നു. ദാവീദ് വന്നു, ശലോമോൻ വന്നു. ഇവരുടെ ഒക്കെ കാലത്ത് വെളിപ്പെടാതെ മറഞ്ഞു കിടന്ന ഒന്നാണ് താമ്ര സർപ്പം. ഹിസ്കിയാവിന്റെ കാലത്ത് അത് വെളിപ്പെട്ടു. അവൻ അതിനെ ഉടച്ചു കളഞ്ഞു. വർഷങ്ങളായി മറഞ്ഞു നിന്ന ഒന്നായിരുന്നു ഈ താമ്ര സർപ്പം. ഹിസ്കിയാവിന്റെ കാലത്ത് അത് വെളിപ്പെട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്, അതിനെ ഉടച്ചു കളയാനുള്ള അധികാരം ഹിസ്കിയാവനാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ദൈവം തന്നെ ചിലത് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ തകർത്ത് കളയാനും ഉടച്ചു കളയാനുമുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ദൈവിക അധികാരത്തോടു കൂടി തന്നെ ചിലതിനെ തകർത്ത് കളയാൻ ദൈവം കൃപ ചൊരിയുമാറാകട്ടെ. ആമേൻ.